ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്. നാഷണൽ ആയുഷ് മിഷന്റെ നിർദ്ദേശപ്രകാരം കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് NHM ഹോമിയോ ഡിസ്പെൻസറിയുടെയും നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഹോമിയോ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡോക്ടർ ലേഖാജി, ഡോക്ടർ ബിന്ദു ദിവാകരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് ഷൈജ പറമ്പി അധ്യക്ഷനായ ചടങ്ങിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മരുന്നുകളൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലൂടെയാണ് ജനം പോണതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്യാമ്പൊന്നും വെച്ചാൽ ആരും വരാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു ജനങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ പല രോഗങ്ങളും ഉണ്ട്. നമ്മളില്ല എന്ന് പറഞ്ഞാലും പല വാർഡുകളിലും ഡെങ്കിപ്പനി ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ആരും നമ്മളെ അറിയിക്കണില്ല. അല്ലെങ്കിൽ പനി എല്ലാവർക്കും തന്നെയുണ്ട്. നമ്മുടെ ആശാവർക്കർമാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. നമുക്ക് പനി ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും ജനങ്ങളെ അറിയിക്കണില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാവരും മൂടി വയ്ക്കുകയാണ്. എന്താ വെച്ചാൽ പനിയാണ് എന്ന് പറയുമ്പോൾ ഡെങ്കിപ്പനി ആണോ, ഇനി അത് ടെസ്റ്റ് ചെയ്താൽ ഡെങ്കിപ്പനി ആണെന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും പറയാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് പറയാം, നേരത്തെ ഡോക്ടർ പറഞ്ഞു, നല്ല കടും ചൂട് കഴിഞ്ഞിട്ട് മഴ പെയ്തു, നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയറിളക്കമൊക്കെ മിക്ക വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ വയറിളക്കമുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിരോധമായിട്ടുള്ള മരുന്നുകളും അതുപോലെ ഒരു ക്ലാസ്സും ഒക്കെയാണ് നിങ്ങൾക്ക് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ അത് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ക്യാമ്പാണ്. അതിൽ നമ്മുടെ ജനങ്ങൾ ഇന്നൊരു 100 പേരോളം ഇവിടെ പങ്കെടുക്കേണ്ടതാണ്. നമ്മുടെ ഇത്രയും വാർഡുകൾ, ഇപ്പോൾ അടുത്ത ഒരെണ്ണം നമ്മൾ പാലശ്ശേരിയിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭാഗത്തുള്ള വാർഡുകൾക്കാണ്. അപ്പോൾ ഇവിടെയുള്ള 8 വാർഡുകളിൽ നിന്ന് 5 പേര് വെച്ച് വന്നാൽ തന്നെ 19 ആളായി. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ വരേണ്ടതാണ്. ആരും എത്തിയില്ല എന്നുള്ളതൊരു വിഷമം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ബിന്ദു ഡോക്ടർ നമുക്ക് ഈ ക്യാമ്പിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും വന്നിരുന്നു. വളരെ ഭംഗിയായി നമുക്കതിൻ്റെ ക്ലാസ്സുകളും അതുപോലെ ആ ക്യാമ്പും സംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ലേഖ ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ ആളുകളില്ല എന്ന് വരുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇത്രയും ആളുകൾ എത്തിച്ചേർന്നു, കുടുംബശ്രീയൊക്കെ സഹകരിച്ച് ഇത്രയും ആളുകൾ എത്തിച്ചേർന്നു. ഇത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാക്കണം. വന്ന ആളുകളെങ്കിലും ഇത് കൃത്യമായി ഈ മരുന്ന് വാങ്ങുവാനും കഴിക്കുവാനും ഒക്കെ ഉള്ള ഒരു സന്മനസ് നിങ്ങൾ എല്ലാവരും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ആന്റണി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഡേവിസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അയ്യപ്പൻ, മെമ്പർമാരായ റോസി പോൾ കപ്പിത്താൻ പറമ്പിൽ, മേരി പൈലി, റോസ്ലി മൈക്കിൾ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ്, മറ്റ് ബോർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സ്റ്റാഫ്, പിന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ നല്ലവരായ നാട്ടുകാരെ നമസ്കാരം. നമ്മൾ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ്സും ഒരു മെഡിക്കൽ ക്യാമ്പുമാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് മെയിനായിട്ട് ഉദ്ദേശിച്ചാൽ നമുക്ക് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, വെയിൽ മാറി മഴ വരുമ്പോൾ നമുക്ക് ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നു, അല്ലേ? അപ്പോൾ വെയിലുള്ള സമയത്ത് പൊതുവേ അസുഖങ്ങൾ പൊതുവേ കുറവായിരിക്കും, അല്ലേ? പക്ഷെ ഈ വർഷക്കാലം ആകുമ്പോഴേക്കും കീടാണുക്കൾ, അതായത് ബാക്ടീരിയാസും വൈറസസും അണുക്കൾ വർദ്ധിക്കുന്ന സമയമാണ്. കാരണം ഡാമ്പായിട്ട് ഈർപ്പം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കൂടുതലായിട്ടും ബാക്ടീരിയാസും വൈറസസും കൂടുതലായിട്ട് സർവൈവ് ചെയ്യുക. അപ്പോൾ അവരെല്ലാവരും ആക്റ്റീവ് ആവുക. അതേസമയം തന്നെ
നമ്മൾ ചൂടുകാലത്ത് നിന്ന് തണുപ്പ് കാലത്തേക്ക് ഒരു വ്യത്യാസം കാലാവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ചെറുതായിട്ടൊരു വ്യത്യാസം കാണപ്പെടുന്നു അല്ലേ. അതായത് നമ്മുടെ ആരോഗ്യം ചെറുതായിട്ട് കുറയും. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ സാധിക്കുകയും മഴക്കാല രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് കൂടുതലായിട്ടും നമുക്ക് ബാക്ടീരിയാസും വൈറസും നേരിട്ട് നമ്മളെ ആക്രമിക്കില്ല. അവർ വാഹകർ വേണം അല്ലേ. അത് മലിനമായ ജലമാവാം, മലിനമായ ആഹാരമാകാം, അല്ലെങ്കിൽ കൊതുകുകളാവാം, അല്ലെങ്കിൽ വായുവിലൂടെ ആവാം. ഇങ്ങനെ പല വാഹകരിലൂടെയാണ് ഈ ബാക്ടീരിയാസും വൈറസും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടുന്നത്. തന്മൂലം നമുക്ക് അസുഖങ്ങൾ വരും അല്ലേ. അപ്പം നമുക്ക് കൂടുതലായിട്ടും നമുക്കറിയാം, ഇപ്പം നമുക്ക് കൂടുതൽ കൊതുകുജന്യ അസുഖങ്ങളാണ് കൂടുതലായിട്ട് അല്ലേ. ഡെങ്കി വളരെ സാധാരണമായിട്ട് ഇപ്പം നമുക്ക് കാണപ്പെടുന്ന അസുഖം. കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ ചിക്കൻ ഗുനിയ ആയിരുന്നു. ഇപ്പം ചിക്കൻ ഗുനിയ അങ്ങനെ ഇല്ല, ഡെങ്കിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം, അത് ആലപ്പുഴ, തിരുവനന്തപുരത്തൊക്കെ പല കേസസും ചെറുതായിട്ട് കാണും. അപ്പോൾ നമ്മൾ കൊതുകുജന്യമായിട്ട് അസുഖങ്ങൾ, പിന്നെ മലേറിയ, ഫൈലേരിയസിസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരുവിധം ഇവിടെ നിന്നൊക്കെ നിർമ്മാർജ്ജനം ചെയ്തതായതുകൊണ്ട് അധികം കാണുന്നില്ല. എങ്കിലും മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് അങ്ങനെ ചില സമയത്ത് നമുക്ക് ചില കേസസൊക്കെ മലേറിയ കാണുന്നുണ്ട്. എങ്കിലും അത് വളരെ റെയറാണ്. പിന്നെ പൊതുവായിട്ട് പറയുന്നത് മലിനമായ ജലം, മലിനമായ ആഹാരം, ഇതിലൂടെ വരുന്ന അസുഖങ്ങൾ, വയറിളക്കം, ഛർദി പോലെയുള്ള അസുഖങ്ങൾ, പിന്നെ ടൈഫോയിഡ്, പിന്നെ മഞ്ഞപ്പിത്തം, ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ മലിനമായ ജലം, മലിനമായ ആഹാരത്തിലൂടെ വരുന്നവ. പിന്നെ വരുന്നത് വായുവിലൂടെ, അതായത് സാധാരണ കണ്ടുവരുന്ന ഫ്ലൂ, ജലദോഷം, ഒരു ചെറിയ ചുമ, ചെറിയ പനി, ഫ്ലൂ പോലെ. പിന്നെ കോണ്ടാക്റ്റ് വഴി നമുക്കറിയാം, ഇപ്പോൾ കോവിഡും നമുക്കറിയാൻ വരുന്നുണ്ട്. പിന്നെ മീസൽസും ചിക്കൻ ബോക്സും മംസും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, പല ചെറിയ കേസസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് നട്ട്ഷെല്ലിൽ ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡായിട്ട് ഡോക്ടർ നമുക്കിപ്പോൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കൊതുകുജന്യ അസുഖങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് കാണും. ഇതെങ്ങനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം അല്ലേ, അത് അതിനെപ്പറ്റി നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഡെങ്കി പോലെ അസുഖങ്ങൾ ഏഡിസ് ഈജിപ്തി കൊതുകുകളാണ് പരത്തുന്നത്. അപ്പോൾ അത് ശുദ്ധമായ ജലത്തിലാണ് അവ മുട്ടയിടുന്നതും വർദ്ധിക്കുന്നതും. അപ്പോൾ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. വെള്ളക്കെട്ടുകൾ നമ്മൾ ഒഴിവാക്കുക വെച്ചാൽ ആഴ്ചയിലൊരിക്കൽ നമ്മളെപ്പോഴും പറയുന്നത് ഡ്രൈ ഡേ ആചരിക്കുക. നമ്മുടെ ചുറ്റും എവിടെയെങ്കിലും വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ, ഒരു ബക്കറ്റാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ചെറിയ ചെറിയ പ്ലേറ്റ്സ്, അതിലൊക്കെ വെള്ളം, അപ്പോൾ അതെല്ലാം നമ്മൾ കമത്തി കളയാം. വെള്ളം കെട്ടുന്നത്, ഇപ്പം നമ്മൾ വാട്ടർ ടാങ്കിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ, അത് അടച്ചു വെക്കുക. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതൊക്കെ ചെയ്യാം അല്ലേ. ഡ്രൈ ഡേ അതൊക്കെ നമ്മൾ ആഴ്ചയിലൊക്കെ ഒന്ന് നടന്ന് വീട്ടിന് ചുറ്റൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അതൊക്കെ. പിന്നെ അതുമാതിരി തന്നെ പാഴ്ചെടികൾ, പിന്നെ വേസ്റ്റ്, ഇതെല്ലാം സംസ്കരിക്കുക. ഇതെല്ലാം ചെയ്യുന്ന വഴി കുറേയൊക്കെ വ്യത്യാസം വരും. പിന്നെ മോസ്കിറ്റോ റിപ്പല്ലൻസ്, അതായത് നമുക്ക് ക്രീം പോലത്തെ മോസ്കിറ്റോ റിപ്പല്ലൻസ് പുറത്ത് പോകുമ്പോൾ നമുക്ക് പുറത്ത് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ നെറ്റ് വെച്ചിട്ട് സ്ക്രീൻ ചെയ്യാം നമ്മുടെ. പിന്നെ അത് മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. ഇതുവഴിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൊതുകിൽ നിന്ന് രക്ഷ നേടാം. വൈസ് പ്രസിഡന്റ് ശ്രീ ഷൈജു പറമ്പി, നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ലതിക ശശികുമാർ, ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മിനി ഡേവിസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KP അയ്യപ്പൻ, വാർഡ് മെമ്പർമാരായ റോസി പോൾ, കപ്പിത്താൻ, മേരി പൈലി, ബഹുമാനപ്പെട്ട ഡോക്ടർ ലേഖ, ഡോക്ടർ ബിന്ദു. നമുക്കറിയാം ഈ സാഹചര്യത്തിൽ മഴക്കാല പോസിറ്റീവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വാർഡ് തലത്തിലൊക്കെ നടത്തി അതിൻ്റെ ഇനി പ്രതിരോധം മരുന്നാണ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് വെച്ചത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 2 ക്യാമ്പ് നിശ്ചയിച്ചാണ്. ഒന്ന് കറൂറ്റിയിലും ഒന്ന് പാലശ്ശേരിയിലായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഒന്ന് ഈ ക്യാമ്പ് എടുക്കുമ്പോൾ നമുക്ക് അറിയിപ്പുകളൊക്കെ നല്ല രീതിയിൽ മെമ്പർമാരെല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ വരാനായിട്ട് വരുന്നത് പ്രതീക്ഷിക്കുന്ന എന്തായാലും ഈ 2 ക്യാമ്പ് നമുക്ക് വളരെ വിപുലമായി തന്നെ പരിപാടിയിലെ ആളുകളെല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ എല്ലാം മഴയായതുകൊണ്ടാണ് അല്പം ആൾ കുറവായി കാണുന്നതെങ്കിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകം സന്തോഷം. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടർ വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചു. ഡെങ്കു, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം കോവിഡ് വന്നതിന് ശേഷം പല ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സമയമാണ്.
അന്ന് ഏറ്റവും കൂടുതൽ പലപ്പോഴും പല ആളുകളും ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഞ്ചക്ഷൻ എടുക്കാതെ ഹോമിയോ ആശ്രയിച്ച് മുന്നോട്ട് പോയ ഒട്ടനവധി പേരുണ്ടെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴും പറയുമ്പോഴും അത് ഉപകാരപ്രദമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇന്ന് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ അനന്തരഫലങ്ങളായിട്ട് പല അസുഖങ്ങളും പെട്ടെന്ന് സൈലൻറ്റ് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഇതായ ഹോമിയോയെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും അഞ്ചാം പനി അതുപോലെ തന്നെ മാറാരോഗങ്ങൾ പലതും പ്രതിരോധിക്കാനുള്ള അടിസ്ഥാനപരമായ മരുന്നുകൾ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നമുക്കറിയാം, നമ്മുടെ പന്തയ്ക്കലുള്ള ഹോസ്പിറ്റലിലാണ് അത് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാവരും അതിൻ്റെ സേവനം ഉറപ്പുവരുത്തുന്ന ഡോക്ടർ ലേഖ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ വാർഡിൽ തന്നെ കഴിഞ്ഞ കൊല്ലം അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ സംഘടിപ്പിച്ച് ഇതുപോലെ മഴക്കാല മുൻകരുതൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള അവിടെ വീടുകളിൽ പോയി ഫീൽഡിൽ പോയി മരുന്ന് കൊടുക്കുന്നത് പോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ കൊല്ലവും ഈ 2 ക്യാമ്പ് കഴിയുമ്പോൾ അത്തരം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമ്പ് സംഘടിപ്പിച്ച് ചെറിയ ചെറിയ മിനി ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ അത് കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളായി മാറും. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കുടുംബശ്രീയിലുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇത് അടുത്ത ക്യാമ്പ് ഇവിടെ പാലശ്ശേരിയിൽ വെച്ചാണ്. ഡേറ്റ് എന്നാണ്? 20-ാം തീയതിയാണ് 10:30 നമ്മൾ SNDP ഹാളിൽ വെച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഭാഗത്തുള്ള കുടുംബശ്രീയുടെ ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ആശാവർക്കർമാരും 3 ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള ആളുകളെ പരസ്പരം അറിയിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇച്ചിരി കൂടി ഇത് ആളുകളിലേക്ക് വിപുലമായിട്ട് എത്തിക്കാനായിട്ട് ആയുർവേദം അതുപോലെ തന്നെ ഡോക്ടർ മെഡിക്കൽ ഓഫീസറെ എല്ലാം ബന്ധപ്പെടുത്തി നമുക്കത് ഭംഗിയായിട്ട് എത്രത്തോളം അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യം. പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്വന്തം പരിസരം മാലിന്യമുക്തമാക്കുകയാൽ തന്നെ നാടിൻ്റെ എല്ലാ ഭാഗവും നന്നാവും, അല്ലെങ്കിൽ വൃത്തിയാവും. ആ ഒരു അറ്റംപ്റ്റ് എല്ലാവരും നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ രോഗം പരത്തുന്ന ജീവികളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. പ്ലാസ്റ്റിക് അതുപോലെയുള്ള സാധനങ്ങൾ, തുണി അങ്ങനെയുള്ളതൊക്കെ കത്തിക്കാതെ, അങ്ങനെയുള്ള സാഹചര്യം, കത്തിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കുക. വായുവിനെ നമ്മളായിട്ട് മലിനപ്പെടുത്താതെ മാക്സിമം ശുദ്ധവായു കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. പിന്നെ ചെറുജീവികളിലൂടെ രോഗം പകരുന്നു. കൊതുക് നിർമ്മാർജ്ജനത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. പരിസര ശുചീകരണം നടത്തുക. നെറ്റുകൾ ഉപയോഗിക്കുക, മോസ്കിറ്റോ നെറ്റ്. അങ്ങനെയൊക്കെ നമുക്ക് കൊതുകുകളുടെ പ്രജനനം തടയാനും അവയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനും സാധിക്കും.
പ്രിയരെ, മൂക്കന്നൂർ MAGJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി ഇതിൻ്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.